ഇതാണ് GTA സാൻ ആൻഡ്രിയാസ്. CJ കാർൽ ജോൺസൺ അമ്മയുടെ കൊലപാതക വാർത്ത കേട്ട് ലോസ് സാന്റോസിലേക്ക് മടങ്ങി. പക്ഷേ അവനെ കാത്തിരുന്നത് ഓഫീസർ ടെൻപനി, കറപ്റ്റ് പോലീസ് സംഘവുമായിരുന്നു. CJനെ ഭീഷണിപ്പെടുത്തി അവരുടെ നിയന്ത്രണത്തിലാക്കി. ലോസ് സാന്റോസ്, ഗ്രോവ് സ്ട്രീറ്റ്. ഒരു കാലത്ത് ശക്തമായിരുന്ന കുടുംബം ഇപ്പോൾ തകർന്നിരുന്നു. സ്വീറ്റ്, കെൻഡൽ, സുഹൃത്തുക്കൾ എല്ലാവരും CJയുടെ ചുമലിൽ. CJ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ബിഗ് സ്മോക്കും റൈഡറും പണത്തിനും അധികാരത്തിനും വേണ്ടി CJയെ വഞ്ചിച്ചു. ഒരു വലിയ സ്ട്രീറ്റ് ഗ്യാങ് പോരാട്ടത്തിൽ സ്വീറ്റ് ജയിലിലായി. ടെൻപെനി CJനെ നഗരത്തിൽ നിന്ന് നീക്കി റൂറൽ കൺട്രി സൈഡിലേക്ക് ലിറ്ററലി തള്ളിക്കളഞ്ഞു. CJ തന്റെ റൂട്ട്സ് വിട്ട് ഒരു പുതിയ ലോകം നേരിടേണ്ടി വന്നു. അവിടെ നിന്ന് സാൻ ഫിയേറോ, ലാസ് വെഞ്ചുറസ്. CJയുടെ പോരാട്ടം വലിയ നഗരങ്ങളിലേക്ക് വളർന്നു. വൂസി, ടൊറേനോ, മാഡ് ഡോഗ് പലരും CJയുടെ കൂട്ടുകാരായി. അഴിമതിയും മാഫിയയും ഗാങ്സ്റ്ററുകളും എല്ലാം CJ നേരിട്ട് കീഴടക്കി. ഒടുവിൽ ലോസ് സാന്റോസിലെ അവസാന പോരാട്ടം. CJ ബിഗ് സ്മോക്കിനെ നേരിട്ട് തോൽപ്പിച്ചു. ടെൻപെന്നി സ്വന്തം അഴിമതിയുടെ ഭാരം സഹിക്കാതെ മരണത്തിലേക്ക് വീണു. അവസാനം ഗ്രോവ് സ്ട്രീറ്റിലെ വീട്ടിൽ കുടുംബം വീണ്ടും ഒന്നായി. സ്വീറ്റ്, കെൻഡിൽ, സീസാർ, മാഡ് ഡോഗ് എല്ലാവരും കൂടി. അതാണ് CJയുടെ കഥ. വഞ്ചന, രക്തം, നഷ്ടം, ജയിലുകൾ, നഗരങ്ങൾ, കൺട്രി സൈഡ് എല്ലാം പിന്നിട്ടിട്ടും അവനൊടുവിൽ സ്വന്തം കുടുംബത്തെയും തെരുവുകളെയും രക്ഷിക്കാനായി വിജയിച്ചു. ഗ്രോവ് സ്ട്രീറ്റ് വീണ്ടും ഉയർന്നു. CJയുടെ ജീവിത പോരാട്ടം ഒടുവിൽ വിജയം കണ്ടു.